സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമാണ് പറയുന്നത്, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. എൻ്റെ വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അവൻ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവൻ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിക്കും. ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന് ഇന്ന് പകൽ നിങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നുമില്ല. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ഒരു തുണയെ തേടിയുള്ള യാത്രയിൽ ഒരു സ്വർഗീയ ദർശനം കണ്ടവനാണ്. അപ്പൻ പകുത്തുകൊടുത്ത ദൈവത്തെക്കുറിച്ചുള്ള അറിവിനേക്കാളും ഒക്കെ അപ്പുറമായി വ്യക്തിപരമായി ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ യാക്കോബിനുണ്ടായിട്ടുണ്ട്. സ്വർഗത്തോളം എത്തുന്നൊരു കോവണി, ദൂതന്മാർ കയറി പറയുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ. യാക്കോബ് പറഞ്ഞു, ദൈവം ഇവിടെയുണ്ട്. സ്പഷ്ടം, ദൈവം ഇവിടെയുണ്ട്. ദൈവസന്നിധിയിൽ ഉടമ്പടികൾ ചെയ്തു, പ്രാർത്ഥിച്ചു, മുൻപോട്ട് ചുവടുകൾ വയ്ക്കുകയാണ്. വ്യക്തമായ നിയോഗങ്ങളോടെ ചുവടുകൾ വയ്ക്കുമ്പോൾ മുൻപിൽ വന്നത് കഷ്ടതയാണ്. നനയ്ക്കാത്ത സമയത്ത് തൻ്റെ ജീവിതത്തിൽ നേരിട്ട കഷ്ടതകൾ തന്നെ വല്ലാതെ തകർത്തു കളഞ്ഞു. ചതിയാണ് നടന്നത്. നീണ്ട 20 വർഷക്കാലം യാക്കോബ് ചതിക്കപ്പെട്ടു. ആ ചതിയുടെ നടുവിലും ദൈവത്തെ ചോദ്യം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തിന്മ വന്നാലും യാക്കോബ് ചോദ്യം ചെയ്തിട്ടില്ല. ഇയ്യോബ് എന്ന് പറയുന്നൊരു ഭക്തനുണ്ട്. ഇയ്യോബ് ചോദ്യം ചെയ്തിട്ടില്ല. തിന്മ വന്നാലും ഞാനത് സ്വീകരിക്കുമെന്നാണ് ഇയ്യോബ് പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, 20 വർഷം തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അധ്വാനം നഷ്ടപ്പെട്ടു, നഷ്ടങ്ങളുടെ ഒരു വലിയ പരമ്പരയായിരുന്നു ജീവിതം. എന്നാൽ 20 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ ലൂസ് എന്ന പട്ടണത്തിൽ വെച്ച് ഉണ്ടായ സ്വർഗീയ ദർശനത്തിൽ, ഈ പട്ടണത്തിൻ്റെ പേര് ഭേദേൽ ആകുന്നു എന്ന് പറഞ്ഞ് പട്ടണത്തിൻ്റെ പേര് മാറ്റിയത് പോലും ദൈവം അംഗീകരിച്ചുകൊണ്ടാണ് അവനോട് ഇടപെട്ട് തുടങ്ങിയത്. ദൈവം എല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ ഉടമ്പടി കാണുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം കാണുന്നുണ്ട്. നിയോഗത്തോടെ ചുവട് വെച്ച നിന്റെ ജീവിതത്തിൽ നനയ്ക്കാത്ത നാഴികയിൽ വന്ന കഷ്ടതകൾ ദൈവം കാണുന്നുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, സമയം വരുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു സമയമുണ്ട്. ഒരു രാത്രി കൊണ്ടാണ് യാക്കോബിന് നഷ്ടപ്പെട്ടത് മുഴുവനും ദൈവം മടക്കി കൊടുത്തത്. അധിക സമയമൊന്നും വേണ്ട. ദൈവത്തിന് രാത്രി തന്നെ ധാരാളമാണ്. നിന്റെ ചരിത്രം മാറ്റാൻ ഒരു രാത്രി മതി. മത്സരികളുടെ നടുവിൽ ദൈവം തിരഞ്ഞെടുത്ത അഹരോനെ പരസ്യമാക്കാൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണെന്ന് അറിയിക്കാൻ ഉണക്കവടിയെ പെട്ടകത്തിൽ കൊണ്ടുപോയി വെച്ച് 10 വർഷം കൊണ്ട് പുറത്തു വരേണ്ട ബദാമിനെ ഒരൊറ്റ രാത്രി കൊണ്ട് പുറത്തു കൊണ്ടുവന്നവനാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു രാത്രി ധാരാളമാണ്. എന്നാൽ ഇന്ന് പകൽ തിരിച്ചറിയണം, ദൈവത്തിന് സമയമുണ്ട്. സമയം വരുമ്പോൾ ദൈവം നേരോടെ വിധിക്കും. നിങ്ങൾക്കുള്ള വിധി സ്വർഗത്തിൽ നിന്ന് പുറപ്പെടും.
അത് നേരുള്ള വിധിയായിരിക്കും. നീതിയുള്ള ന്യായാധിപതിയുടെ നേരുള്ള വിധി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കണം. എത്ര കഷ്ടത ജീവിതത്തിൽ വന്നാലും നിങ്ങൾ പ്രാർത്ഥന കുറയ്ക്കരുത്, കണ്ണുനീര് കുറയ്ക്കരുത്, കാത്തിരിപ്പ് കുറയ്ക്കരുത്. നീതിയുള്ള നേരുള്ള വിധികൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ദൈവത്തിന് സമയമുണ്ട്. കാത്തിരിക്കുക, പ്രാർത്ഥന കൂട്ടുക, കണ്ണുനീരോടെ വിതയ്ക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.